ഇടതുപക്ഷം മുസ്ലിം ലീഗിനെ കുറിച്ച് ആരോപിക്കുന്നത് എന്തായിരിക്കും അവരുടെ മോട്ടീവ് എന്ന് ഇടതുപക്ഷം വിചാരിക്കുന്നത്? ഇത്തരമൊരു അവരുടെ മോട്ടീവ് അധികാരം കിട്ടുമെന്ന് എന്തും പറയും. അധികാരം കിട്ടിക്കുമ്പോൾ നേരെ മാറും. ഇപ്പോൾ അവർക്ക് ഒറ്റ മോട്ടീവുള്ളൂ, ആരെങ്കിലും വയ്ക്കണം ഒരാളെ. ഇതൊന്ന് ഇത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ വഖഫ് ഇടതുപക്ഷത്തിന്റെ കാലത്തുണ്ടാക്കിയ വഖഫ് ബോർഡിനെ പിരിച്ചുവിട്ടിട്ട് അവരുടെ സ്വന്തം ആളുകൾ അടങ്ങിയ ഒരു ബോർഡ് ഉണ്ടാവണം. അതെ, അതായിരിക്കണം. കാരണം മന്ത്രിയുടെ ഒരു വഖഫ് മന്ത്രി പറയുന്നുണ്ട്, അത് അവർ വെച്ച ബോർഡല്ലേ, ഞങ്ങൾക്ക് പുതിയ നിയമം അനുസരിച്ച് വേണമെങ്കിൽ പിരിച്ചുവിടാം, പ്ലഷർ അനുസരിച്ച് പിരിച്ചുവിടാം. അതും തെറ്റാണ്. പുതിയ നിയമത്തിലും സെക്ഷൻ 20 സെയിമാണ്, ഒരു മാറ്റമില്ല. ഈ റിമൂവൽ ഓഫ് ദ ചെയർമാൻ ആൻഡ് ദ മെമ്പേഴ്സ് സെയിമാണ്. നിങ്ങൾക്ക് ഏകപക്ഷീയമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഒരു ക്ലോസ് ഉണ്ട്, എന്തെങ്കിലും വയലേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഗവൺമെൻറ് അത് ചെയ്തിട്ടില്ല. കേരളത്തിൽ 2006 VS വരുമ്പോൾ ലീഗിൻ്റെ പ്രധാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളുടെ സഹോദരനായിരുന്നു, പഴയ ലീഗിൻ്റെ തന്നെ പ്രസിഡൻ്റായിരുന്ന ആളായിരുന്നു ചെയർമാൻ 2006. 2008 വരെ ആ ബോർഡ് പോയി, കാലാവധി പൂർത്തീകരിക്കുന്നവരെ. 2016 പിണറായി മുഖ്യമന്ത്രിയാകുമ്പോൾ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങളായിരുന്നു ചെയർമാൻ. 2019 വരെ ആ ബോർഡ് പോയി, 3 വർഷം. പൊളിറ്റിക്കലായിട്ട് ഞങ്ങളൊന്നും ഇടപെട്ടേ ഇല്ല. പക്ഷേ ഇവരുടെ മുസ്ലിം താല്പര്യമല്ല, സമുദായ താല്പര്യമല്ല, അധികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ലിമിറ്റഡ് കമ്പനിയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ്. ആ പേര് കൂടി മാറ്റേണ്ട സമയം കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഈ അനുഭവങ്ങൾ. ഇപ്പോൾ PM ശ്രീ കണ്ടില്ലേ, നേരെ പോയില്ലേ ഇപ്പോൾ അവർ. ഏത് വർഷം നോക്കിക്കോളൂ, ഒരു ദിവസം ലേക്ക് വന്നാലും അവിടെയും ഇടതുപക്ഷത്തിൻ്റെ അകത്ത് തന്നെ തർക്കങ്ങൾ നിലനിന്നിരുന്ന ഒരു സംഗതിയല്ലേ. അതുകൊണ്ടല്ലേ ഞങ്ങൾ മാറിയപ്പോൾ അവർ ഭരണത്തിൽ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കണ്ടിന്യൂറ്റിക്കല്ല അവർ നിൽക്കുന്നത്. ഞങ്ങളുടെ സമയത്ത് വകുപ്പ് ഒപ്പിട്ടു, അത് വിമർശനം വന്നു, ആ വിമർശനം ഞങ്ങൾ ഉൾക്കൊണ്ടു. ഞങ്ങൾ ക്യാബിനറ്റ് ചർച്ച ചെയ്തു. ക്യാബിനറ്റിൽ ഞങ്ങൾ വളരെ പ്രകടമായ ശക്തമായ തീരുമാനമെടുത്തു. ക്യാപ്റ്റൻ അബേൻസ്, ഇത് ഈ പ്രശ്നങ്ങളുണ്ട്, അത് മാറ്റിവെക്കുക. അങ്ങനെ മാറ്റിവെച്ചു. പിന്നെ ഒരു മൈക്രോ മില്ലിമീറ്റർ കടുക് മണിക്ക് പോലും ഞങ്ങൾ മുന്നോട്ട് പോയില്ല. എത്ര മാസം കഴിഞ്ഞു. എന്നാൽ നമുക്കവർ ഫണ്ട് നൽകിയിരുന്നു ഈ വകുപ്പ് ഒപ്പിട്ടപ്പോൾ. അത് ഇതിൻ്റെ ഫണ്ടല്ല, SSA ഫണ്ടാണ്. നമ്മൾ ഈ കത്ത് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, പിന്നെ തമിഴ്നാടിനുൾപ്പെടെ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള ഫണ്ട് തമിഴ്നാടിന് കൊടുത്തു. നമുക്ക് കൊടുത്തപ്പോൾ SSAക്ക് ഒപ്പിട്ടതിൻ്റെ പേരിൽ നമുക്ക് കിട്ടിയ ഫണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് തന്നത്. ഫലത്തിൽ നമുക്ക് ഫണ്ട് തന്നിട്ടില്ല, അതിന്ന് കുറച്ചു എന്നാണ് പറയുന്നത്. അതന്ന് കുറച്ചു. ഈ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ഫണ്ട് തന്നപ്പോൾ SSAക്ക് വന്നത് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഫണ്ട് ഒന്നും വാങ്ങിയിട്ടില്ല. ഇതിൽ മാത്രമല്ല, മറ്റ് കാറ്റഗറിയിലും വാങ്ങിയിട്ടില്ല. ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. ഇപ്പോൾ ഏറ്റവും കുറവ് ഇവർക്ക് എന്ത് ചെയ്യുക, ഇത് MOU ആണ്. MOU എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റിൻ്റെ അപ്രൂവലില്ല, ഫിനാൻസ് കണ്ടിട്ടില്ല, മറ്റ് അംഗീകാരം ഇല്ലാത്തതാണ്. അതുകൊണ്ട് ലീഗലി നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാം. ഇന്നിപ്പോൾ ചെയ്തില്ല എന്ന് വരുന്നത് ഗവൺമെൻറ് പിരിച്ചുവിടുമോ? നിങ്ങൾക്കൊരു പൊസിഷൻ ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾ വല്ലാതെ അധിക്ഷേപിച്ചതാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഒപ്പിട്ട് തെറ്റെന്ന് കണ്ടു, ക്യാപ്റ്റൻ അബേൻസ് വെച്ചു, ഒരു ഇഞ്ച് മുന്നോട്ട് പോയില്ല, ഒരു നടപടിയിലേക്കും പോയില്ല, ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇതിനായിരുന്നു തെരഞ്ഞെടുപ്പിലെയും ഏറ്റവും വലിയ രാഷ്ട്രീയ ആക്രമണം ഉണ്ടായിരുന്നത്, ഡീൽ എന്നുള്ളത്. അത് പറഞ്ഞ ആളുകൾ അപ്പോൾ എന്ത് ചെയ്യണം, എവിടെ നിൽക്കുന്നു അതിന് ഞങ്ങൾ ഒരു ഇഞ്ച് മുന്നോട്ട് പോയില്ല. നിങ്ങൾ വേണമെങ്കിൽ പിരിച്ചു വിട്ടു, അത്ര ഇച്ഛാശക്തി കാണിക്കണ്ടേ. ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് അവർക്ക് പ്രയോഗിക്കാവുന്ന വസ്തുതകൾ അല്ലെങ്കിൽ അന്നത്തെ സംഗതികൾ അവരുപയോഗിച്ചു, അതിൽ അവർ വിജയിച്ചു. ആ യുദ്ധം അവർ വിജയിച്ചു. രണ്ടാമത്തെ ഘട്ടത്തിൽ അവർക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇനി ഇലക്ഷന് വരാനിരിക്കുന്നത്. അവർ തന്നെ പറഞ്ഞു, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തും പറയാം, ഞങ്ങൾക്ക് അതിനോട് ഉത്തരവാദിത്തമില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി, ഉത്തരവാദിത്തമുള്ള പാർട്ടി, പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്, മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിനുള്ളതാണ്, പിന്നെ അത് പ്രസക്തിയില്ല. അതല്ലേ മന്ത്രിമാർ തന്നെ പറയില്ലേ, അന്ന് ഞങ്ങൾ അതൊക്കെ പറഞ്ഞിട്ട് അറബിക്കടലൊക്കെ അറിയുന്നുണ്ടോ, ഇപ്പം ഞങ്ങളത് അതിവേഗത നടപ്പിലാക്കും. അതല്ലല്ലോ, അതൊരു ക്രെഡിബിലിറ്റി വേണ്ടേ, ഒരു പാർട്ടിക്കും വ്യക്തികൾക്കും ക്രെഡിബിലിറ്റി വേണ്ടേ.